ഹൂത്തികളങ്ങ് നിർത്തിപ്പോയെന്ന് കരുതിയവർക്ക് തെറ്റി. അവർ അവരുടെ പണി യഥേഷ്ടം തുടരുകയാണ്. 2024 ഇതുവരെ 16 കപ്പലുകളെയാണ് ഹൂത്തികൾ ആക്രമിച്ചത്. എല്ലാം ഇസ്രയേലിലേക്ക് കടക്കുകയായിരുന്ന കപ്പലുകൾ. തങ്ങളുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പട്ടിണിക്കിട്ടും മർദ്ദിച്ചും അവശരാക്കുമ്പോൾ തങ്ങളുടെ അതിർത്തി കടന്ന് പോകാമെന്ന് നിങ്ങൾ കരുതേണ്ട എന്നാണ് ഹൂത്തികളും യമനികളും ലോകത്തോടും ഇസ്രയേലിനോടും പറഞ്ഞത്. ഞങ്ങളുടെ സമ്മതമില്ലാതെ അതിർത്തി കടന്നു പോകുന്ന ഏത് കപ്പലിനെയും പതാക നോക്കാതെ ആക്രമിക്കുമെന്നും ഹൂത്തികൾ വ്യക്തമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഹൂത്തികളെ ആക്രമിക്കാൻ മുന്നോട്ട് വന്ന പാശ്ചാത്യ സൈന്യം പൊടുന്നനെ പിന്മാറി. ആഴക്കടലിലെ നെറ്റ്വർക്ക് കേബിളുകൾ തങ്ങൾ തടസ്സം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് വന്നതോടെ ലോകം യമനിനെതിരായ നീക്കങ്ങളിൽ നിന്നും പിന്മാറാൻ പാശ്ചാത്യരെ പ്രേരിപ്പിച്ചു. മേഖലയിൽ ഇപ്പോഴും അവർ വൻ ശക്തിയായി തുടരുകയാണ്. UK മാരിടൈം റിപ്പോർട്ട് പ്രകാരം 16 കപ്പലുകൾ ആക്രമിച്ചു ഹൂത്തികൾ എന്നാണ് കണക്കെങ്കിലും സ്ഥിരീകരിക്കാത്ത നിരവധി കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ജൂൺ 12 ഹൂത്തികളുടെ ആക്രമണത്തിൽ 2 ഗ്രീക്ക് കപ്പലുകൾ കടലിൽ മുങ്ങുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കയുമായി സൗഹൃദത്തിലുള്ള 4 രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഹൂത്തികൾ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഭീമൻ കപ്പലുകളെ നടുക്കടലിൽ മുക്കിക്കളയാൻ കഴിയുന്ന പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഘടിപ്പിച്ച ചെറുകപ്പലുകളിൽ യമൻ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെയും ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും എല്ലാം കൈവശമുള്ള മിസൈലുകളാണ് ഇത്തരം കപ്പലുകളിൽ ഘടിപ്പിച്ചവ എന്നും പറയപ്പെടുന്നുണ്ട്. യമനെ ആക്രമിക്കുവാനുള്ള പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി പാശ്ചാത്യ രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനും പുറകോട്ട് പോയെങ്കിലും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നേക്കുമെന്ന് തന്നെയാണ് ലോകം കരുതുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയിൽ അവർ അവരുടെ സ്വാധീനവും സൈനിക പരിശീലനവുമെല്ലാം ശക്തമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഹൂത്തി സൈനിക വക്താവ് യഹിയ സാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇസ്രയേൽ നഗരമായ ഹൈഫയെ ലക്ഷ്യമാക്കി തങ്ങൾ മിസൈലുകൾ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രയേലിന് തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഏറെ വലുതാണ്. കഴിഞ്ഞ നവംബറിലാണ് ഹൂത്തികൾ ഇസ്രയേൽ അനുകൂല രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയത്. വൻ സ്വീകാര്യത ഗസയെ അനുകൂലിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ നിന്നുമെല്ലാം ഉണ്ടായപ്പോൾ ഹൂത്തികൾ ഏറെ മുന്നോട്ട് പോയി. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഹൂത്തികൾ വാർത്തകളിൽ നിന്നും അപ്രത്യക്ഷമായി. പലരും കരുതിയത് മേഖലയിൽ അമേരിക്കൻ ബ്രിട്ടൻ ഭീഷണി മൂലം ഹൂത്തികൾ പിന്മാറി എന്നാണ്. എന്നാൽ കൂടുതൽ ചെറുകപ്പലുകൾ പെട്രോളിങ്ങിന് നിയോഗിച്ച് മേഖല തങ്ങളുടെ അധീനതയിൽ ആക്കുന്ന പണിയിലായിരുന്നു ഹൂത്തികൾ ഈ സമയമെല്ലാം. ഇപ്പോൾ വീണ്ടും അമേരിക്കൻ പെട്രോൾ ബങ്കറിന് നേരെ പോലും ആക്രമണം ഹൂത്തികൾ നടത്തി എന്ന വാർത്തകൾ മുന്നോട്ട് വരികയാണ്. അത്തരത്തിലുള്ള പദ്ധതികളുമായി ഹൂത്തികൾ മേഖലയെ നിലയുറപ്പിച്ചിരിക്കുകയുമാണ്. ഹൂത്തികളെ തങ്ങൾ കീഴ്പ്പെടുത്തുമെന്ന പ്രഖ്യാപനം അതിനിടെ പാശ്ചാത്യ രാജ്യങ്ങൾ മുഴക്കിയിരുന്നു. എന്നാൽ അവയൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഹൂത്തികൾ ഇസ്രയേലിലേക്ക് അയച്ച മിസൈലുകളും പുറത്തു വന്ന കപ്പൽ തടഞ്ഞ കണക്കുകളും എല്ലാം സൂചിപ്പിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.